ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് 42-ാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. നീർച്ചാൽ തേടുന്ന മാൻപേട. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഒരുപക്ഷെ 42-43 സങ്കീർത്തനങ്ങൾ ഒരുമിച്ചാണ് പല മറ്റുള്ള കൃതികളിൽ കാണുന്നത്. ദൈവത്തെ നിരന്തരം അന്വേഷിക്കുന്ന ആത്മാവിൻ്റെ സ്വഭാവമാണ് ഈ സങ്കീർത്തനം. ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ അവൻ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ മുഖദർശനം അനുഭവിക്കുക എന്നത് ദാഹിക്കുന്ന മാൻപേടയെ പോലെ, അല്ലെങ്കിൽ ദാഹിച്ച് വരണ്ട മാൻപേട നീർച്ചാൽ തേടുന്നത് പോലെയാണ് എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത്. ദൈവമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരം. അവിടുന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ ഭക്ഷണമായിട്ട് ആണ് നിൽക്കുന്നത്. കർത്താവാണ് അനന്തമായിട്ടുള്ള നീരുറവയും ജലാശയവും. അവിടുന്നുള്ള പ്രത്യാശയാണ് ജീവിതത്തിന് ശക്തി നൽകുന്നത്. ജീവജലത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ഈശോയെ, അവിടുന്ന് നീർച്ചാലിൽ നിന്ന് ഞങ്ങൾക്ക് കുടിക്കുവാനും ഞങ്ങളുടെ ദാഹം അകറ്റുവാനും സഹായിക്കണമേ. ജീവന്റെ അപ്പമായിട്ടുള്ള ഈശോയെ, വിശക്കുന്ന ദാഹിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അടുക്കൽ മാത്രം വന്ന് കുടിച്ച് തൃപ്തിയായിട്ട് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. മറ്റെല്ലാ ഉണങ്ങിയ വഴികളും വരണ്ട സ്ഥലങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റി നീർച്ചാലാകുന്ന ജീവജലത്തിൻ്റെ അരുവിയിൽ നിന്ന് മാത്രം കുടിക്കുവാനായിട്ട് നീ ഞങ്ങളെ അനുവദിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.